ഇന്നോളം പതിവില്ലാത്ത കാര്യങ്ങളായി ഇപ്പൊ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പതിവില്ലാത്ത കാര്യമാണോ അത്താഴം കഴിക്കുന്നത്? ഞാൻ തമാശ പറഞ്ഞതല്ല. ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ പറഞ്ഞു പോകുന്നതാ. മുത്തശ്ശി വളച്ചു കെട്ടാത്ത കാര്യം എന്തെന്ന് വെച്ചാ പറ. മനസ്സിൽ വെച്ച് സംസാരിച്ചാ ഇവിടെ ആർക്കും മനസ്സിലാവില്ല. അറിയുന്നവര് മനസ്സിലാക്കുന്നുണ്ടാവും. നാട്ടു നടപ്പല്ലാത്ത കാര്യങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നത് ആരായാലും ശരിയല്ല. എങ്ങും സംസാരിക്കാതെ കാര്യം എന്താണെന്ന് വസുമതി പറയണം. സന്തോഷത്തോടെ കുട്ടികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാ മൂന വെച്ച ഒരു സംസാരം. അമ്മുവിന്റെയും ഗോവിന്ദിന്റെ കാര്യം തന്നെയാ ഞാൻ പറയുന്നത്. മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തുന്നാ മുത്തശ്ശി പറയുന്നത്? എങ്കിലല്ലേ എന്റെ തെറ്റ് മനസ്സിലാക്കി എനിക്കത് തിരുത്താൻ കഴിയും. എന്റെ അറിവില് ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. വീട്ടുകാര്യങ്ങൾ നോക്കി നിന്ന അമ്മുവിനെ നീയല്ലേ പഠിപ്പിച്ച് കളക്ടറാക്കാൻ ഇറങ്ങിയിരിക്കുന്നേ? നിന്റെ ആരുമല്ല അമ്മു. നിനക്ക് മാത്രം എന്താ ഇവളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? മുത്തശ്ശി കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. അമ്മുനെ പഠിപ്പിക്കാൻ ഇവിടെ ആർക്കും തോന്നിയില്ലല്ലോ. എന്താ അവസാന കാലം വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മ ജീവിച്ചോളൂന്നാണോ മുത്തശ്ശി കരുതിയിരിക്കുന്നത്? ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ഞാൻ പോവാതിരുന്നാ പോരെ. ഇനി ഞാൻ പോകുന്നില്ല, എൻട്രൻസും എഴുതുന്നില്ല. നിനക്കെന്താ വസുമതി പറ്റിയത്? വിദ്യാഭ്യാസം ഏറ്റവും വലിയ പുണ്യം. ഇവള് പഠിക്കുന്നതോ പഠിക്കാതിരിക്കുന്നതോ ഒന്നും അല്ല എന്റെ വിഷയം. ഗോവിന്ദും അവളും ഒരു പരീക്ഷയുടെ പേരും പറഞ്ഞ് സദാസമയം ഒന്നിച്ചാ കഴിയുന്നേ. ഇവളുടെ പിന്നാലെ നടക്കാൻ ഇവൻ ഒരു നാണോ ഇല്ല. അവക്ക് പണ്ടേ ഇല്ലല്ലോ. അന്യരായ ഒരാണും പെണ്ണും മുറി അടച്ചിരുന്ന് കളിയും ചിരിയും, അതൊന്നും ഈ വീട്ടിൽ പതിവുള്ള കാര്യമല്ല. ആ ആരെ സന്തോഷിപ്പിക്കാനാണെങ്കിലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു മുത്തശ്ശി. മുത്തശ്ശിയിൽ നിന്നും ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മ പറഞ്ഞതിലൊരു തെറ്റുമില്ല. മുറി അടച്ചിരുന്ന് അമ്മുവും ഗോവിന്ദും സംസാരിച്ചിട്ടില്ലെന്ന് അവര് പറയട്ടെ. തെറ്റ് ഞാൻ സമ്മതിക്കാം. ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടതാ. ഗോവിന്ദ്, എന്തേ കാണിക്കുന്ന? ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല സഞ്ജു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആരുമില്ലാത്തൊരാളാണ് ഞാൻ, തികച്ചും അന്യൻ.
സഞ്ജുവും സ്വാതിയും ഒരു സൗഹൃദത്തിന്റെ പേരിൽ എന്നെ വിളിച്ചു. അത് കേട്ടിട്ട് ഇതുപോലൊരു വീട്ടിൽ വന്നത് എന്റെ തെറ്റാ. ഒരു സൗഹൃദ ബന്ധം മാത്രമാണോ ഞങ്ങൾക്ക് ഗോവിന്ദുമായിട്ടുള്ളത്? ഞാൻ എത്ര ജന്മം എടുത്താലാ ഗോവിന്ദിനോടും തിരുമേനിയോടും ഉള്ള കടപ്പാട് തീർക്കാൻ കഴിയുക? ഒരു മാംസപിണ്ടായിട്ടാ അമ്മ എന്നെ ഗോവിന്ദിന്റെ മനയിലോട്ട് എത്തിക്കുന്നത്. ഞങ്ങൾ നടത്തിയ ചികിത്സയ്ക്ക് പ്രതിഫലവും കൈപ്പറ്റിയിട്ടുണ്ട്. അതുപോലെയല്ല സ്വാതി, ഞാനൊരു കുടുംബത്തിൽ വന്ന് താമസിക്കുന്നത്. എന്നെ നിങ്ങൾ തടയാൻ നിൽക്കണ്ട. ഞാൻ ഈ രാത്രി തന്നെ പോവാ. ഇറങ്ങാൻ നേരം ഞാൻ വിളിക്കാം. കുറച്ച് പുസ്തകങ്ങൾ കൂടി പാക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ചെല്ല്. സഞ്ജു, ഗോവിന്ദ് ഇവിടുന്ന് പോവില്ല. ഞാനത് പറയുന്ന. ഗോവിന്ദ് കവിതാപ്പിച്ചയുടെ കയ്യിലെ കളിപ്പാവ അവരുത്. അമ്മുവിന്റെ സ്വപ്നങ്ങൾ തകർത്ത് കളയാൻ ആ സ്ത്രീ കളിക്കുന്ന കളിയാണിതെന്ന് ഗോവിന്ദ് ഒന്ന് മനസ്സിലാക്ക്. അല്ലാതെ അവർക്ക് ഗോവിന്ദിനെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഗോവിന്ദ് ഇവിടെ താമസിക്കുന്നതല്ല പ്രശ്നമെന്ന് ദയവായി ഒന്ന് തിരിച്ചറിയേ. അമ്മ പഠിക്കരുതെന്നും അവളെ രക്ഷപ്പെടരുതെന്നും മാത്രമേ ആ സ്ത്രീയുടെ മനസ്സിലുള്ളൂ. ഗോവിന്ദ് പോയാ അവരുദ്ദേശം നടക്കും. അതിന് ഗോവിന്ദിനെ വെച്ചൊരു വൃത്തികെട്ട കളിയാ നടത്തിയത്. ഒന്നും അറിയാത്ത മുത്തശ്ശി അതിൽ വീണുപോയി. അതെ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മുത്തശ്ശിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. മുത്തശ്ശനെ കൊണ്ട് മുത്തശ്ശിയോട് സംസാരിപ്പിക്കാം. അമ്മുവിന്റെ ഭാവി കളയരുത് പ്ലീസ്. ഗോവിന്ദ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ഗോവിന്ദ് പോയാ പിന്നെ അമ്മുവിനെ കാണാൻ പോലും കഴിയാതെ വരും. അവൾക്കൊരു നല്ല ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് അവൾ എവിടെയുണ്ടോ അവിടെ ഗോവിന്ദ് ഉണ്ടാവണം. മനസ്സിൽ വിഷവുമായി നടക്കുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ ഗോവിന്ദ് തോറ്റു കൊടുക്കരുത്. നമുക്ക് നാളെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ചെല്ല്. എനിക്കൊന്ന് ആലോചിക്കണം. മോനെ ഗോവിന്ദ. മുത്തശ്ശ, ഞാനൊരു ധർമ്മസങ്കടത്തിലാ. മുത്തശ്ശൻ ഒരു തീരുമാനം പറയണം. അതനുസരിച്ച് വേണം എനിക്ക് മുന്നോട്ട് പോവാൻ. എന്താ കുട്ടി, നീ മംഗലശ്ശേരിയിലല്ലേ ഇപ്പോ? അതെ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണോ വേണ്ടെന്ന് അറിയാതെ നിൽക്കാം. എന്താ അവിടെ സംഭവിച്ചത്? വിശദമായിട്ട് പറ മോനെ. എല്ലാം ഞാൻ പറയാം മുത്തശ്ശ. വീട്ടുകാര്യങ്ങൾ നോക്കി നിന്ന അമ്മുവിനെ നീയല്ലേ പഠിപ്പിച്ച് കളക്ടറാക്കാൻ ഇറങ്ങിയിരിക്കുന്നെ? നിന്റെ ആരുമല്ല അമ്മു. നിനക്ക് മാത്രം എന്താ ഇവളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? ഗോവിന്ദു അവളും ഒരു പരീക്ഷയുടെ പേരും പറഞ്ഞ് സദാസമയം ഒന്നിച്ചാ കഴിയുന്നേ. ഇവളുടെ പിന്നാലെ നടക്കാൻ ഇവൻ ഒരു നാണോ ഇല്ല. അന്യരായ ഒരാണും പെണ്ണും മുറി അടച്ചിരുന്ന് കളിയും ചിരിയും. അതൊന്നും ഈ വീട്ടിൽ പതിവുള്ള കാര്യമല്ല. സഞ്ജു എന്നെ പോകാനും അനുവദിക്കുന്നില്ല. ലച്ചുവിന്റെ പഠിപ്പ് മുടക്കാനാ ആ സ്ത്രീ ശ്രമിക്കുന്നതെന്നാ അവര് പറയുന്നത്. സത്യമതല്ലേ മോനെ? നീ നിരാശനായി മടങ്ങി വന്നാൽ ലച്ചുവിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ വരും. നമ്മൾ ഏത് കർമ്മം ചെയ്യാൻ ഇറങ്ങുമ്പോഴും ദുർമൂർത്തികൾ തടസ്സം സൃഷ്ടിക്കാനുണ്ടാവും. അത് പ്രപഞ്ച നിയമമാണ്. അത് മറികടക്കാൻ നമുക്ക് കഴിയണം. നീ നിന്റെ പ്രയത്നവുമായി മുന്നോട്ട് പോവുക. ദുർമൂർത്തികൾ പിന്നോട്ട് നടന്നു തുടങ്ങും. ക്ഷിപ്രശക്തികൾക്ക് ആയുസ് കുറവാ മോനെ. വീഴുന്നതുവരെ ആളിക്കത്തും, ഭയപ്പെടുത്തും. എല്ലാം താൽക്കാലികം മാത്രം.
എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശ. നീ മുന്നോട്ട് ധൈര്യമായി പോവുക. ദൈവം പലപ്പോഴും മുന്നോട്ടാണ് കണക്ക് കൂട്ടുന്നത്. നിനക്കൊരു സർപ്രൈസ് ഉടനെ വരും. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് കാവലായി ഗോവിന്ദൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം. മഹാദേവനെ ധ്യാനിച്ച് സമാധാനത്തോടെ ഉറങ്ങിക്കൊള്ളും. മുത്തശ്ശൻ പ്രാർത്ഥിച്ചോളാം. ഗുഡ് നൈറ്റ് മുത്തശ്ശ. ശരി മോനെ. മനസ്സെത്ര പെട്ടെന്ന് കൈവിട്ടു പോയത്. മുത്തശ്ശന് മാത്രമേ സത്യത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. ഒരു ദുർമൂർത്തിയുടെ മുന്നിലും ഗോവിന്ദിന് അടിപതറില്ല. നമ്മൾ അമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരുമ്പോഴേക്കും ഗോവിന്ദ് പോകുന്നുള്ള ടെൻഷൻ എനിക്കുണ്ട്. ഗോവിന്ദെല്ലാം സമ്മതിച്ചതൊക്കെ ശരി തന്നെ, പക്ഷേ ഇനി ഈ വീട്ടിൽ നിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കവിത ഇപ്പൊ ചെരികേറ്റിട്ടാ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്. മുത്തശ്ശി കുറച്ച് വിവേകം കാണിക്കേണ്ടതായിരുന്നു. മകളുടെ സ്വഭാവം നന്നായിട്ട് അറിയുന്ന ആളല്ലേ മുത്തശ്ശി. ഗോവിന്ദ് പോകാനിറങ്ങിയ ഒരു നല്ല വാക്ക് പറഞ്ഞ് തടഞ്ഞു നിർത്താൻ പോലും ഇവിടെ ആരുമില്ല. ദിനേശൻ ചെറിച്ചനാണെങ്കിൽ ബാംഗ്ലൂരിലോ മറ്റോ പോയിരിക്കോ. പിന്നെ അമ്മ നമ്മുടെ കൂടെയും വരുന്നു. എത്ര നേരമായിട്ട് നിൽക്കുന്നു? അമ്മ ഒന്ന് വേഗം വാ. നിന്റെ അടുത്ത് ആരും നേരത്തെ വരാൻ പറഞ്ഞേ? എനിക്ക് ഡോക്ടറെ കാണേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലല്ലോ. എന്നിട്ട് വേഗം പഴയതുപോലെ അസുഖം തിരിച്ചിട്ടാൻ. അമ്മ കയറിക്കോ. ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ പോണ്ടല്ലോ. ചിലപ്പോ കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ശരി. സഞ്ജു, ആരാ ഇവര്? പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതെ. അങ്ങോട്ട് മനസ്സിലായില്ല. സഞ്ജു അല്ലേ? അതെ. ഞങ്ങൾ ഗോവിന്ദന്റെ അച്ഛനും അമ്മയാണ്. ഞാൻ ഡോക്ടർ അരവിന്ദ്. ഇത് അവന്റെ അമ്മ ആശ. ദൈവമേ, ഇതാരൊക്കെ വന്നിരിക്കുന്നേ? അവൻ പറഞ്ഞ് നിങ്ങളെ എല്ലാരെയും ഞങ്ങൾക്കറിയാം. ശ്രീദേവി അല്ലേ? ഇത് സ്വാതി. അങ്കിളും എന്റെ എപ്പ നാട്ടിലെത്തി? അല്ല, എന്നിട്ട് ഗോവിന്ദ് ഞങ്ങളോട് ഈ വിവരം പറഞ്ഞതേ ഇല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയത്. അവനെ ഇതുവരെയും ഞങ്ങൾ വന്നവരെ അറിയിച്ചിട്ടില്ല. അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാ. അത് കൊള്ളാലോ. അവനിവിടെ ഉണ്ടോ അതോ ഹോസ്പിറ്റലിൽ പോയോ? ഗോവിന്ദ് റൂമിലുണ്ട്. നിങ്ങൾ വരൂ. ഞങ്ങൾ വന്നത് കാരണം നിങ്ങളുടെ യാത്ര മുടങ്ങിയല്ലേ? ചെക്കപ്പിന് ഡോക്ടറെ കാണണമെന്ന് വെച്ചതാ. അതിന് ഇനി സമയമുണ്ടല്ലോ. വാ. എന്നാ ഞാൻ പോയി ഗോവിന്ദിന് ആദ്യം ഒരു സർപ്രൈസ് കൊടുത്തിട്ട് വരാം. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്ത് സന്തോഷം അങ്കളെ ഉള്ളത്. അവൾ ഓടിപ്പോയത് കണ്ടില്ലേ? അമ്മൂനും അവൾക്കും ഒരു രണ്ടാം ജന്മം തന്നു തന്നെ മൂസ്തിരിമേനിയാ. എല്ലാം എനിക്കറിയാം. അകത്തേക്ക് വാ. വാ വാ വാ. ഇരിക്കുന്നേ. ഇത് കാവേരി.
ഇത് ഗോവിന്ദന്റെ അച്ഛനും അമ്മേ. നമസ്കാരം. ഇതെന്റെ നാത്തൂനാട്ടോ. മോനെ അച്ഛാ, മോനെ, ഇതാണോ ഇന്നലെ രാത്രി മുത്തശ്ശൻ പറഞ്ഞ സർപ്രൈസ്? അതെ. അമ്മേ, നിന്നെ ഒന്ന് നേരി കണ്ടിട്ട് എത്ര നാളായി മോനെ? ഫോണിൽ സംസാരിച്ചിട്ടും എന്നാ വരുന്നെന്ന് മാത്രം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ ഇന്നലെ രാത്രി വന്നു. നിന്നെ കാണാൻ എത്തിയല്ലോ. ഇരിക്കുന്നേ. ഗോവിന്ദനോട് പറഞ്ഞിരുന്നെങ്കിൽ എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? അത് അരവിന്ദേട്ടന്റെ സ്വഭാവമാ. ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ടാക്സി വിളിച്ച് നേരെ ഇങ്ങു പോരും. നമസ്കാരം. ഇരിക്കണം. ഇരിക്കെ. ഇരുന്നോളൂ. ഇരിക്കടൂ. രണ്ടാൾക്കും സുഖമല്ലേ? പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കൂ. രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിലാണോ പ്രാക്ടീസ് ചെയ്യുന്നേ? അതെ അമ്മേ. ആശയ ആദ്യം UK എത്തിയത്. പിന്നാലെ അച്ഛനും എത്തി. പരിചയപ്പെട്ടു, വിവാഹം കഴിച്ചു. അപ്പോ നല്ലൊരു ലവ് സ്റ്റോറിക്കുള്ള ഉണ്ടല്ലോ. ചായ എടുക്കുമോളെ കാവേരി. അമ്മ ഇപ്പൊ വരും. അപ്പച്ചി കിച്ചണിൽ കയറണ്ട. കാവേരിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. അതൊന്നും സാരമില്ല. പതുക്കെ. അല്ല, പറഞ്ഞ പോലെ നമ്മുടെ കഥാനായിക അമ്മു എവിടെ? അവളെപ്പറ്റി അച്ഛൻ ഓരോന്ന് പറയുമ്പോ കാണണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. അവൾ അകണ്ട ജ്യോതി എടുത്തത് പറയുമ്പോ അച്ഛന്റെ സ്വരം വിറയ്ക്കും. അല്ല, മോള് ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. വരണ്ട സമയമായിട്ടുണ്ട്. ആ, ആ, ദേ ആളെത്തിയല്ലോ. വാ. എന്താ അറച്ചു നിൽക്കുന്നത്? വാ മോളെ. ഇതാരാണെന്ന് മനസ്സിലായോ? ഗോവിന്ദന്റെ അച്ഛനും അമ്മയോ? അമ്മയും അച്ഛനും നാട്ടിൽ വരുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇന്നലെ വന്ന വിവരം ദാ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നീ തന്നെയാ മോളെ എന്റെ മരുമകൾ. വരൂ. ലച്ചു വാസുദേവന്റെ മകളല്ലേ? എന്റെ അച്ഛനറിയോ? അറിയോന്നോ?
പെരുവണ്ണാപുരത്ത് നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് സിറ്റിയിലെ കോളേജിൽ പഠിക്കാൻ ആദ്യമായി പോയത് ഞാനും വാസുദേവനുമാ. വാസുദേവൻ പ്രീ ഡിഗ്രിയോട് പഠിപ്പൊക്കെ നിർത്തി കൃഷിയിലേക്ക് ഇറങ്ങി. ഞാനാണെങ്കിൽ പഠിപ്പ് തുടർന്നു. വല്ലപ്പോഴും മനയിൽ വരാനുള്ള സമയമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ വാസുദേവനെ കാണാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ UK പോയില്ലേ, അതോടെ നാടുമായിട്ടുള്ള ബന്ധമൊക്കെ അങ്ങ് തീർന്നു. ഇന്നലെ രാത്രി അച്ഛൻ പറഞ്ഞിട്ടാ ലച്ചു തച്ചിലെടുത്ത കുട്ടിയാണെന്ന് ഞാൻ അറിയുന്നത്. അച്ഛൻ അതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ലായിരുന്നു. കാവേരിയെ പറ്റി അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മ കിച്ചണിലോട്ടും ചെല്ല്. ശ്രീദേവി, അവര് സംസാരിക്കട്ടെ. ശ്രീദേവി വരൂ, എനിക്ക് ശ്രീദേവിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്ത്, ആശ വന്നോളൂ. വാ വരൂ. തന്റെ അമ്മ പോയിരിക്കുന്നത് പെണ്ണ് ചോദിക്കാനാണോ?